ചില സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കേട്ടത് ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് തന്നെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നതാണ്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, ചിലര് സ്നാപയോനാൻ എന്ന് പറയുന്നുണ്ട്, ചിലര് ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസിലെ എടുത്തു ചാടി ഉത്തരം പറയുകയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഈശോ പറയുകയാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവം ആരാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് പഠിച്ചു നേടേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ട ഒരു കാര്യമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി തരേണ്ടതാണ്. നമ്മൾ എന്തോരം തലകുത്തി പറഞ്ഞാലും, നമ്മൾ എന്തുമാത്രം പഠിച്ച് ഏറ്റവും അറ്റം വരെ എത്തിയാലും ഒരു പക്ഷേ ഈ അറിവ് നമുക്ക് കിട്ടണമെന്നില്ല. ദൈവം ആരാണ് എന്നുള്ളൊരു അറിവ് അത് നൽകേണ്ടത് സ്വർഗസ്ഥനായ പിതാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. ഇന്ന് വരെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതല്ല. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിയുന്നത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് വഴിയായിട്ടാണ്. നമുക്കറിയാം, വിശുദ്ധനായിട്ടുള്ള തോമസ് അക്വീനാസ് ഒക്കെ ഒരുപാട് ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം സക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്ന് പറയാൻ, സക്രാരോട് ഇങ്ങനെ ചെവി ചേർത്ത് വെച്ച് നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സക്രാരോട് ചെവി ചേർത്ത് വെച്ച് നിന്ന് കുറേ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം വന്നിരുന്ന് എഴുതുമായിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ദൈവത്തെ കുറിച്ച് ഞാൻ എഴുതിയതെല്ലാം ദൈവം എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെക്കുറിച്ച് നമുക്ക് അല്ലാതെ നമുക്ക് അറിയാനായിട്ടുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പത്രോസിലേക്ക് ലഭിച്ച അതുപോലെയുള്ള ആ വലിയൊരു ബോധ്യം നമുക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ദൈവം വഴിയായിട്ട് തന്നെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടാനുള്ള ഒരു ഭാഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്